നിങ്ങൾ ഒലിവ് ഓയിൽ സ്കിന്നിൽ ഉപയോഗിക്കാറുണ്ടോ? നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അത് നല്ല മോയ്സ്ചറൈസറായിട്ട് ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒലിവ് ഓയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ, കരിവാളിപ്പുകൾ, ചുമന്ന കുരുക്കൾ, ചൊറിച്ചിൽ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പ്രത്യേക ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഭയങ്കര ഓയിലി സ്കിന്നുള്ള ആൾക്കാർ, മോക്കുരുമൊക്കെ എപ്പോഴും ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒലിവ് ഓയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുക. നമ്മൾ എല്ലാ ദിവസവും അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ, അതിൻ്റെ കൂടെ കുറച്ച് തേന്, ഒരു മുട്ടയുടെ മഞ്ഞക്കറി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ കുറഞ്ഞു വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല തിളക്കമുള്ള ഒരു സ്കിന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കടലമാവ്, അതുപോലെ തന്നെ തൈര്, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിലിട്ടിട്ട് നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുക കേട്ടോ. നമ്മളത് കഴുകാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ല മോക്കുരുവിൻ്റെ പാടൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി കുറച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലിടാം കേട്ടോ. അത് നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് മോക്കുരുവിൻ്റെ പാടൊക്കെ മാറിക്കിട്ടും. പിന്നെ ഈ മോക്കുരു ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഭയങ്കര ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒലിവ് ഓയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അത് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാൽ ഓയിൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് നമ്മുടെ മോക്കുരു പിന്നെ ഭയങ്കരമായിട്ട് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ നാരങ്ങ നീര് കൊണ്ടുള്ള ഏത് ഫേസ് പാക്ക് ഇട്ടാലും ആ ഫേസ് പാക്ക് ഇട്ടിട്ട് വെയിൽ കൊള്ളരുത് കേട്ടോ. അത് നമ്മുടെ സ്കിന്ന് പിന്നെ ഭയങ്കരമായിട്ട് കരിവാളിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.